നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ? പണ്ട് 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 ഒരിടത്ത് ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു കൊടും കാട്ടിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് തപസ് ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം മഹർഷി ധ്യാനത്തിൽ മുഴുകിയിരുന്നപ്പോൾ എവിടെ നിന്നോ ഒരു എലി പേടിച്ചോടി മഹർഷിയുടെ അടുത്തെത്തി. പരിഭ്രമിച്ചോടി വന്ന എലിയെ കണ്ട് മഹർഷി ചോദിച്ചു, എന്തു പറ്റി? അയ്യോ സ്വാമി, എന്നെ രക്ഷിക്കണേ, എന്നെ ഒരു പൂച്ച ഓടിക്കുകയാണ്. കയ്യിൽ കിട്ടിയാൽ അവൻ എൻ്റെ കഥ ഇപ്പോൾ കഴിക്കും. ഇതു കേട്ട സന്യാസി എലിയെ പൂച്ചയിൽ നിന്നും രക്ഷിച്ചു. എന്നിട്ട് എലിയോട് ചോദിച്ചു, നിനക്കിനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എലി പറഞ്ഞു, ആ പൂച്ച ഇനിയും എന്നെ കൊല്ലാൻ വരും. അതുകൊണ്ട് അങ്ങ് എന്നെ ഒരു പൂച്ചയാക്കി മാറ്റാമോ? ആ പൂച്ചയേക്കാൾ ശക്തിയുള്ള ഒരു പൂച്ച. ഇതു കേട്ട് ചിരിച്ചുകൊണ്ട് മഹർഷി എലിയെ ഒരു പൂച്ചയാക്കി മാറ്റി. എന്നിട്ട് തൻ്റെ തപസ് തുടർന്നു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ശക്തനായ പൂച്ച മഹർഷിയുടെ അടുത്തേക്ക് ഓടി വന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നത് വിളിച്ചു പറയുന്നുമുണ്ട്. ഇത്തവണ ഒരു പട്ടിയാണ് അതിനെ ഓടിച്ചു കൊണ്ടുവരുന്നത്. മഹർഷി പൂച്ചയെ രക്ഷപ്പെടുത്തി. മാത്രവുമല്ല, അവൻ്റെ ആഗ്രഹപ്രകാരം അവനെ ഒരു പട്ടിയായി മാറ്റുകയും ചെയ്തു. അങ്ങനെ 1-2 ദിവസം കൂടി കഴിഞ്ഞുപോയി. ഒരു ദിവസം ഒരു സിംഹം ആ പട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. പട്ടി അതിവേഗം ഓടി, സിംഹം പിറകെയും ഓടി. പട്ടി നേരെ മഹർഷിയുടെ അടുത്തെത്തി. അത് വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മഹർഷിയോടായി അത് പറഞ്ഞു, രക്ഷിക്കണേ സ്വാമി, രക്ഷിക്കണേ. മഹർഷി കണ്ണു തുറന്നു. പട്ടി മുൻപിൽ ഭയന്നു വിറച്ചു നിൽക്കുകയാണ്. ആ സിംഹത്തിൽ നിന്നും മഹർഷി പട്ടിയെ രക്ഷപ്പെടുത്തി. തന്നെ ആ സിംഹത്തേക്കാൾ ശക്തിയുള്ള ഒരു സിംഹമാക്കി മാറ്റണേ പട്ടി അപേക്ഷിച്ചു. താൻ അതിശക്തനായ സിംഹമായാൽ തന്നെ ആരും ഉപദ്രവിക്കില്ല എന്നത് കരുതി. മഹർഷി അപേക്ഷ കേട്ടു. പട്ടിയെ സിംഹമാക്കി മാറ്റി. ഏറ്റവും ശക്തിയുള്ള സിംഹം, സിംഹങ്ങളിൽ വച്ച് ഏറ്റവും കരുത്തനായൊരു സിംഹം. സിംഹം തൻ്റെ ശക്തി മനസ്സിലാക്കി മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബലവാനാണെന്ന് അഹങ്കരിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹത്തിന് വിശന്നു. പുറത്തുപോയി ഇര തേടുന്നതിലും സൗകര്യം ആ മഹർഷിയെ തന്നെ കൊന്നു തിന്നുകയാണെന്ന് അവന് തോന്നി. മഹർഷി തപസ്സു ചെയ്ത സ്ഥലത്ത് അത് പാത്തു പതുങ്ങി വന്നു. എന്നിട്ട് ഭയങ്കരമായി അലറിക്കൊണ്ട് മഹർഷിയുടെ മേൽ ചാടി വീണു. ഇത് കണ്ട് മഹർഷിക്ക് ദേഷ്യം തോന്നി. ഒട്ടും താമസിക്കാതെ അദ്ദേഹം സിംഹത്തെ വീണ്ടും എലിയാക്കി തീർത്തു. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.